നെതർലാൻഡ്സിലെ അൽക്മാറിൽ 1905 ഓഗസ്റ്റ് 13 5 മക്കളിൽ ഏറ്റവും ഇളയവളായി ഇഡ പെർഡമാൻ ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഓഫീസ് ജോലി നോക്കിയ ഇഡ അവിവാഹിതയായി സഹോദരിമാരോടൊപ്പം കഴിഞ്ഞു. ഇഡയ്ക്ക് സർവ്വജനപദങ്ങളുടെയും നാഥയുടെ പ്രത്യക്ഷപ്പെടലുകളും സന്ദേശങ്ങളും ലഭിക്കാൻ ആരംഭിച്ചത് 1945 മാർച്ച് 25 മംഗളവാർത്താ ദിനത്തിലാണ്. അന്ന് കുടുംബസുഹൃത്തായ ഫാദർ ഫ്രീഹെ ഇഡായോടും 3 സഹോദരിമാരോടും കൂടെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അടുത്ത മുറിയിൽ എന്തോ മാറ്റം ഇഡായുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവൾ എഴുന്നേറ്റു. വളരെ ദീപ്തിയുള്ള പ്രകാശം അവിടെ നിറയുന്നത് അവൾ കണ്ടു. വെള്ളയങ്കി ധരിച്ച ഒരു സ്ത്രീരൂപം ആ വെളിച്ചത്തിൽ നിന്നും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതായും തന്നോട് സംസാരിക്കുന്നതായും ഇഡ കണ്ടു. ഇപ്രകാരമായിരുന്നു ആദ്യ ദർശനം. 56 ദർശനങ്ങളിൽ മിക്കതും ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ലഭിച്ചത്. വളരെ സാവധാനത്തിലാണ് നാഥ സംസാരിച്ചത്. ഓരോ വാക്കും ഇഡ ആവർത്തിച്ചു പറഞ്ഞു. പറഞ്ഞതെല്ലാം ഇഡയുടെ സഹോദരിമാർ എഴുതിയെടുത്തുകൊണ്ടിരുന്നു. വിട്ടുപോയ കാര്യങ്ങൾ പിന്നീട് ഇഡ എഴുതി ചേർത്തിരുന്നു. ഇഡയ്ക്ക് ലഭിച്ച ഈ ദർശനങ്ങളും സന്ദേശങ്ങളും സർവ്വജനപദങ്ങളുടെയും നാഥയുടെ ദർശനങ്ങളും സന്ദേശങ്ങളുമായി അറിയപ്പെടുന്നു. ഒരു സ്വർഗീയ വിടവാങ്ങലോടെ 1951 മെയ് 31 ദർശനങ്ങൾ അവസാനിച്ചു. തുടർന്നും ഇഡയ്ക്ക് ദിവ്യകാരുണ്യ അനുഭവങ്ങൾ വിശുദ്ധ കുർബാന സമയത്ത് ദർശനങ്ങളായും അനുഭവങ്ങളായും ഉണ്ടായിക്കൊണ്ടിരുന്നു. 1980കളിൽ അവയും നിലച്ചു. ഇഡയുടെ ജീവിതം തീവ്രമായ ശാരീരികവും ആത്മീയവുമായ സഹനങ്ങൾ നിറഞ്ഞതായിരുന്നു. എങ്കിലും തൻ്റെ ലളിത ജീവിത ശൈലിയും ഹൃദയവിശാലതയും എന്നും ആ മഹതി കാത്തു സൂക്ഷിച്ചു. ആരും അവളെ സംശയഗ്രസ്തയായി വീക്ഷിച്ചില്ല. പ്രസിദ്ധിയിൽ നിന്ന് മുഖം തിരിച്ച് നാഥയുടെ വൻ പദ്ധതി നടപ്പാക്കാൻ പ്രാർത്ഥനയും പ്രവൃത്തിയുമായി അവൾ ജീവിതം കഴിച്ചുകൂട്ടി. 1996 ജൂൺ 17 അവൾ സ്വർഗീയ മഹിമയിലേക്ക് പ്രവേശിച്ചു.